നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ BTM ലേക്കിലാണ്. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ബാംഗ്ലൂരിൽ എല്ലാവർക്കും ഈ BTM ലേക്കിനെ കുറിച്ച് മെയിനായിട്ട് അറിയാം. എന്നാലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ BTM ലേക്കിനെ കുറിച്ച് അങ്ങനെ അറിയില്ല. പക്ഷേ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇപ്പം അവധിക്കാലത്തൊക്കെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവരെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. പിന്നെ ഇപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ലേക്കാണ്. ഇപ്പം ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന നല്ലൊരു ലേക്ക് തന്നെയാണ്. ഇപ്പം കുറച്ച് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള 3-4 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ ഒന്ന് ജോഗിങ് ചെയ്യാൻ, യോഗ, മെഡിറ്റേഷനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് ഈ BTM ലേക്ക് എന്ന് പറയുന്നത്. ഒരു ഉച്ച സമയമാകുമ്പോൾ സ്റ്റുഡൻസിന് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. കപ്പിൾസിൻ്റെ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഈ BTM ലേക്ക് എന്ന് പറയുന്നത്. നന്നായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇനി അതുമാത്രമല്ല, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫാമിലീസിനൊക്കെ കുറച്ച് നേരം വന്ന് കുറച്ച് നന്നായിട്ടൊന്ന് ഇരിക്കാനും ഒന്ന് നടക്കാനും എന്തെങ്കിലുമൊക്കെ ബുക്സൊക്കെ വായിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല ജോഗിങ്ങിനൊക്കെ പറ്റിയ ഓരോ ഐറ്റംസൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ BTM ലേക്ക് ഒന്ന് നന്നായിട്ട് കാണാം, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നുള്ളത്. ഇപ്പം ഈ ഒരു ലേക്കിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാട്ടർ ബേർഡ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം ഈ ലേക്കിൽ വരുന്ന ബേർഡ്സിൻ്റെ ലിസ്റ്റ് ആയിരിക്കും സ്പോട്ട് ബിൽഡ് പെലിക്കൺ, കോമൺ കിങ്ഫിഷർക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരായിരിക്കണം. ലെസ്സർ വിസ്ലിംഗ് ഡക്ക്, ലിറ്റിൽ ഇഗ്രറ്റ്, ഇങ്ങനെ കുറച്ച് തോന്നെ ബേർഡ്സിൻ്റെ പേര് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ലേക്കിൻ്റെ സെൻട്രലായിട്ടൊരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ബേർഡ്സിനൊക്കെ വന്നിരിക്കാനും അവർക്കുള്ള എന്തെങ്കിലും അവരുടേതായിട്ടുള്ളൊരു ചെറിയൊരു ഐലൻഡ്. അപ്പോൾ ബേർഡ്സാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ആൾക്കാർക്കൊന്നും അവിടേക്ക് പോകാൻ പറ്റില്ല. ഈ ബോട്ടിങ്ങിലാണെങ്കിലും ഒന്ന് കറങ്ങി വരാമെന്നല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. ഇതിപ്പം ബോട്ടിങ്ങിൻ്റെ ഒരു ഏരിയ എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം ബോട്ടൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വളരെ കുറവാണ് ഈ ലേക്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോട്ടിങ്ങൊന്നും നടക്കുന്നില്ല തോന്നുന്നു. ഇനിയിപ്പം ബോട്ടിങ് നടക്കുന്ന സമയത്താണെങ്കിലും വളരെ കുറച്ച് ലെസ് പ്രൈസാണ്. എനിക്ക് തോന്നുന്നു 200 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ ആയിട്ട്. എന്തായാലും നല്ല രസമാണ് ഈ ഒരു മഴയൊക്കെ ഉള്ള സമയം, അല്ലെങ്കിൽ ഇപ്പം വെള്ളമുള്ള സമയത്ത് ഇവിടെ ബോട്ടിങ്ങിനൊക്കെ വരാൻ നല്ല ഒരു രസമുള്ള സമയമാണ്. ഇതിൻ്റെ ഇടയിലേക്കായിട്ട് ചെറിയ ചെറിയ ഹട്ടൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ ഒരു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഫ്രഷ് എയറിൽ ആ യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒന്ന് റിഫ്രഷ് ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു നല്ലൊരു മലയാളി ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഹായ്, നിങ്ങളുടെ പേര്? ജിജി. ഓക്കെ. ചേച്ചിൻ്റെ പേര്? ബാംഗ്ലൂർ കുറേ ആയോ? ഇല്ല, ഒരു വർഷത്തോളം. ഇവിടെ എന്താ ബിസിനസ്? ഒരു ചെറിയൊരു മെഡിക്കൽ ഡയഗ്നോസ് സെൻ്റർ എന്ന് പറഞ്ഞൊരു ഹോം ഹെൽത്ത് എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മെഡിക്കൽ ഡയഗ്നോസ്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഇവിടെ സെറ്റിൽ? അല്ല, അതെ സെറ്റിൽഡാണ്. ഇതിലൊക്കെ മക്കൾ? മോള്, മോന്, വൈഫ്, അതിന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ്, കസിൻസാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു വെക്കേഷൻ വന്നാലാണ് മോള് പഠിക്കുന്നത്, ബാക്കിയുള്ളൊരു വെക്കേഷൻ വന്നാണ്. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾ BTM ആദ്യമായിട്ട് വരാണോ BTM ലേക്കിൽ? ഇതിലൊക്കെ വന്നിട്ട് ഞങ്ങളിപ്പോൾ വെക്കേഷൻ പിള്ളേരെ ഒന്ന് കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ. എങ്ങനെ തോന്നുന്നു ഇതിനെക്കുറിച്ച്? കുഴപ്പമില്ലാത്തൊരു കുറവുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ. ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും അടിപൊളിയാണ് ഇവിടെ. കുഴപ്പമില്ല, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റുണ്ട്. അതെ, പ്ലസൻറ്റ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഞാനിപ്പോൾ BTM ലേക്കിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റിലുള്ളത്. ശരിക്കും നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു രീതി തന്നെ. നമ്മളിപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ഒരു 5:30, 6 o'clock വരുന്നതെങ്കിൽ നമുക്ക് ആ ശരിക്കൊരു നല്ലൊരു ഫ്രഷ് എയർ, ദെൻ ആ കാറ്റും കാര്യങ്ങളൊക്കെ, ആ ഒരു ശരിക്കുള്ള അന്നത്തെ ദിവസത്തെ ഫുൾ ടെൻഷൻ അങ്ങോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു റിയൽ ഫീൽ തന്നെ. ഇപ്പോൾ ഇവിടെ കുറേ പേരെ കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തേഴ്സ്ഡേ ആണ്. എന്നാലും ഇത്രയും ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഈ ഒരു ലേക്കിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഫീ ഉണ്ട് കേട്ടോ. ഒരു 10 രൂപയാണ് ഒരാൾക്ക് കയറാനുള്ള ഒരു ഫീ എന്ന് പറയുന്നത്. എന്നാലും ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തുന്നില്ല. പക്ഷേ മോർണിംഗ് 6 to 10 പൈസ ഒന്നുമില്ല. മോർണിംഗ് 6 to 10 വരെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 10 മണിക്ക് ശേഷം ഇത് ടിക്കറ്റ് ഓപ്പൺ ആകുമെന്ന് തോന്നുന്നു. 10 to 7 ആണ് ഇതിൻ്റെ ഉള്ളിലത്തെ ടൈം എന്ന് തോന്നുന്നു. 7 o'clock ഇത് ക്ലോസ് ചെയ്യും. എന്തായാലും പൊളി തന്നെ കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ടൂറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിലൊക്കെ കുറേ പേര് ഇരുന്ന് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പോലൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പറ്റിയൊരു നല്ലൊരു ചെറിയൊരു സ്പേസ് അവരോട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി തന്നെ. ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു ഏരിയ കുറച്ച് നല്ല തണലുള്ളൊരു സ്പേസ് പോലെയാണ് ഈ BTM ലേക്കിൻ്റെ ഒരു സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് BTMൽ ഒരുപാട് ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് BTM ലേക്ക്. അപ്പം ബാംഗ്ലൂരിലെ എല്ലാ ആൾക്കാർക്കും അറിയാം BTM ലേക്കിനെ കുറിച്ചിട്ട്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും BTM ലേക്കിനെ കുറിച്ചിട്ടൊന്നും കാര്യമായിട്ട് അറിയില്ല. അപ്പം ഇതും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് BTM ലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് രാവിലെ ജോഗിങ്ങിനോ അല്ലെങ്കിൽ ഒരു യോഗ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഒന്ന് കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നിങ്ങൾ നല്ലൊരു ഫാമിലിക്കായിട്ടൊന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് BTM ലേക്ക്. എനിവേ നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.